നമസ്കാരം. കേരളത്തെ ആകെ ഭീതിയിലാഴ്ത്തി കൊല്ലത്ത് വീണ്ടും ഒരു സീരിയൽ കില്ലറുടെ സാന്നിധ്യമെന്ന് സംശയം. വഴിപ്പണത്തിനായി തെരുവിൽ കഴിയുന്ന നിരാലംബരായ വയോധികരെ ലക്ഷ്യമിട്ട് രാത്രിയുടെ മറവിൽ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ക്രൂരനായ കൊലയാളി നഗരത്തിൽ സ്വതന്ത്രനായി വിഹരിക്കുന്നു. ഒരേ രീതിയിൽ 2 കൊലപാതകങ്ങൾ നടന്നിട്ടും പ്രതിയെ പിടികൂടുവാൻ കഴിയാതെ കൊല്ലം സിറ്റി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കൊല്ലം നഗരമധ്യത്തിലും പാരിപ്പള്ളിയിലുമായി നടന്ന 2 അതിക്രൂരമായ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരേ വ്യക്തി തന്നെയെന്നാണ് പോലീസിന്റെ നിഗമനം. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് തൊട്ടടുത്തുള്ള കടത്തെണ്ണയിൽ അന്തിയുറങ്ങിയ മുണ്ടക്കൽ സ്വദേശി രാജേന്ദ്രനാണ് ഒടുവിലായി കൊല്ലപ്പെട്ടത്. ഇതിന് മാസങ്ങൾക്ക് മുൻപ് പാരിപ്പള്ളിയിൽ ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഉറങ്ങിക്കിടന്ന രവീന്ദ്രൻ എന്ന വയോധികനും സമാനമായ രീതിയിൽ തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിലെ ടക്കല സ്വദേശിയായ ഒരു സൈക്കോപാത്താണ് ഇതിന് പിന്നിലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. തെരുവിൽ കഴിയുന്നവരുടെ പണം ആവശ്യപ്പെടുകയും നൽകാത്തവരെ ക്രൂരമായി തലക്കടിച്ചു കൊല്ലുകയുമാണ് ഇയാളുടെ രീതി. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഒളിവിലിരിക്കുന്ന കൊലയാളിയെ വലയിലാക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതോടെ നഗരവാസികളും തെരുവിൽ അന്തി ഉറങ്ങുന്നവരും കടുത്ത ഭീതിയിലാണ്. പ്രതി സംസ്ഥാനം വിടാതിരിക്കാൻ അതിർത്തികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം നഗരത്തെ വിറപ്പിച്ച മൊട്ട നവാസ് എന്ന സീരിയൽ കില്ലറുടെ ഓർമ്മകളാണ് ഈ പുതിയ സംഭവങ്ങൾ നാട്ടുകാരിൽ ഉണ്ടാക്കുന്നത്. കൊല്ലം സ്വദേശിയായ നവാസ് കടുത്ത ലഹരിക്ക് അടിമയായിരുന്നു. ചെറുപ്പകാലത്ത് മുംബൈയിലെ തെരുവുകളിൽ കഴിഞ്ഞ ഇയാൾ അമ്മയുടെ മരണശേഷമാണ് കൊല്ലത്തേക്ക് തിരികെ വന്നത്. 1996 കൊല്ലം മുണ്ടക്കലിൽ വെച്ച രാജശേഖരൻ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ പുറത്തിറങ്ങി. 2012 2 മാസത്തിനിടയിൽ കൊല്ലം നഗരത്തിലെ 7 തെരുവു നിവാസികളെയാണ് ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കടത്തിണ്ണകളിലും ഫ്ലൈ ഓവറുകൾക്ക് താഴെയും ഉറങ്ങിക്കിടക്കുന്ന പ്രതിരോധിക്കുവാൻ ശേഷിയില്ലാത്ത നിരാലംബരായ വയോധികരായിരുന്നു ഇയാളുടെ ഇരകൾ. രാത്രി 8 മണിക്ക് തന്നെ ഉറങ്ങാൻ പോകുന്ന നവാസ് കൃത്യം അർദ്ധരാത്രി 12 മണിക്ക് എഴുന്നേറ്റ് ഇരകളെ തേടിയിറങ്ങും. ഉറങ്ങിക്കിടക്കുന്നവരുടെ തലയിലേക്ക് വലിയ പാറക്കല്ലുകളോ കനത്ത ഇരുമ്പ് വടികളോ ഉപയോഗിച്ച് അതിശക്തമായി അടിച്ചാണ് കൊലപാതകങ്ങൾ നടത്തിയിരുന്നത്. ചോദ്യം ചെയ്യലിൽ പോലീസിന് മുന്നിൽ ഇയാൾ മാനസിക രോഗിയെ പോലെ അഭിനയിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രീയമായ പരിശോധനകളിൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും വെറും ക്രൂര വിനോദത്തിനായാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നും തെളിഞ്ഞു. കവർച്ചയോ വ്യക്തിവൈരാഗ്യമോ ഇല്ലാതെ കൃത്യമായി സൈക്കോ കൊലപാതകങ്ങളായിരുന്നു ഇവ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട് സ്വദേശിയായ സൈക്കോപാത്തിന്റെ വിവരങ്ങളും പുറത്തുവരുന്നത്. കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ലോട്ടറി കച്ചവടം നടത്തി ജീവിച്ചിരുന്ന മുണ്ടക്കൽ സ്വദേശി രാജേന്ദ്രനെയാണ് ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നത്. കമ്മീഷണർ ഓഫീസിന് സമീപത്തുള്ള കാർകൂൾ എന്ന സ്ഥാപനത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്തായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയിരുന്നത്. ഭാര്യ മരിച്ചുപോയ രാജേന്ദ്രന് 2 ആൺമക്കളുണ്ടെങ്കിലും അവരുമായി നാളുകളായി അകൽച്ചയിലായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഇയാൾ കഴിഞ്ഞ കുറെ കാലമായി ഈ സ്ഥാപനത്തിന്റെ ബിൽഡിങ്ങിന് ഒരു വശത്ത് രാത്രികാലങ്ങളിൽ അന്തി ഉറങ്ങിയിരുന്നത്. തുടർന്ന് രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ സ്ഥാപനത്തിലെ സുരക്ഷാ ജീവനക്കാരനാണ് മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. പതിവ് പോലെ രാജേന്ദ്രനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചുവെങ്കിലും യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. വസ്ത്രത്തിലും ശരീരത്തിലും ചോരപ്പാടുകൾ പടർന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇയാൾ പരിഭ്രാന്തനാവുകയും സമീപത്തുള്ളവരെയും വ്യാപാരികളെയും വിവരമറിയിക്കുകയും ചെയ്തു. നാട്ടുകാരത്തെ നടത്തിയ വിശദമായ പരിശോധനയിലാണ് കൊലപാതകത്തിന്റെ ഭീകരത പുറത്തുവന്നത്. രാജേന്ദ്രന്റെ കഴുത്തിൽ തുണി ശക്തമായി മുറുക്കിയ നിലയിലായിരുന്നു. കൊലപാതകത്തിന് ശേഷം മൃതദേഹം സമീപത്തുള്ള ഒരു കുഴൽക്കിണറിലേക്ക് കെട്ടിത്താഴ്ത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. ശരീരമാസകലം മർദ്ദനത്തിന്റെയും മുറിവുകളുടെയും അടയാളങ്ങളും ഉണ്ടായിരുന്നു. അതേസമയം പാരിപ്പള്ളിയിൽ കൊല്ലപ്പെട്ടത് രവീന്ദ്രൻ എന്നയാളായിരുന്നു. പണി നടക്കുന്ന ഒഴിഞ്ഞ കെട്ടിടത്തിൽ കിടന്നുറങ്ങിയ ആളാണ് രവീന്ദ്രൻ.